ഈ ഹോട്ടലിൽ ചെന്നാൽ എന്താണ് ഇഡ്ലിയുടെ കൂടെ ചമ്മന്തി ഉണ്ടാവും, ചമ്മന്തി ചട്നി ഉറപ്പല്ലേ, ദോശയുടെ കൂടെയൊക്കെ ചമ്മന്തി ഉണ്ടാവില്ലേ? സ്വാഭാവികം. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ട ഒരു പ്രത്യേക ഒരു കാര്യമാണ് ഇപ്പൊ പ്രേക്ഷകർ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ തേങ്ങാ ചമ്മന്തിക്ക് പ്രത്യേകം വില. എന്താ ഉറക്കം വരുന്നു. ചമ്മന്തിക്ക് ബില്ല് രേഖപ്പെടുത്തിയിരിക്കുന്നത് 8 രൂപയാണ്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അഗ്രിമൃണാളിൽ നിന്ന് ഏറ്റവും ചെറിയ പൈസക്ക് എങ്ങനെയായിരിക്കും വയറ് നടക്കാൻ പറ്റുക? എനിക്കറിയില്ല. ഇത് ഇവിടുത്തെ സ്മോൾ പോർഷൻ ചോറാണ്. ഇതിന് 14 രൂപയാണ്. ഇത് ചമ്മന്തി, ചമ്മന്തിക്ക് 7 രൂപയാണ്. ചമ്മന്തിക്ക് 7 രൂപയാണ്. നമുക്ക് ഇത് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കിയാലോ? അപ്പോൾ നോക്കൂ, അതിൽ സ്നാക്സ് ചട്നി എന്ന് കൊടുത്തിരിക്കുന്ന 8 രൂപ. എന്തല്ലേ കോലിബാജ എന്നുള്ളതിന് 12 രൂപ. അത് 2 എണ്ണമാണ് വാങ്ങിയിരിക്കുന്നത്. 6 രൂപ ഇതാണ്. അതിൻ്റെ കൂടെയുള്ള സ്നാക്സ് ചട്നി പ്രത്യേകം രേഖപ്പെടുത്തി 8 രൂപ ബില്ലിൽ ഈടാക്കിയിരിക്കുകയാണ്. എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ. കുറെ വിദ്യകളും സകല അഭ്യാസങ്ങളും ഒക്കെ പഠിച്ചവനാണ് ഞാൻ. അപ്പോ ഹോട്ടലിൽ കയറുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക. പണ്ടത്തെ പോലെ ഒരു കോംബോ ആയിട്ടല്ല ദോശ വട ഇതൊന്നും കിട്ടുക. അതിന്റെ കൂടെ ചട്നിക്ക് സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും. എന്നെ പോലെ കുറച്ചധികം ചമ്മന്തി വേണമെന്നുള്ളവർക്ക് ഈ സ്മോൾ ചോറ് മുഴുവൻ ഒറ്റ ചമ്മന്തി കൊണ്ട് തീർക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. ചില ബാക്കിയാവും. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ.